സുജി, എന്റെ പൊന്നു മോനെ, ഒന്ന് ഇറങ്ങടാ. ഈ അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്ക്. അല്ലേ നീ അവിടെ എന്തെടുക്കുകയാ? എന്റെ മകനാണ് സുജ. മുഴുവൻ പേര് സുജനബാലൻ. കണ്ടില്ലേ ഇരിപ്പിടത്തിൽ കയറി നിൽക്കുന്നത്? ലഹരി കടിപ്പെടുമ്പോൾ എന്തൊക്കെ വിക്രികളാ അവൻ കാട്ടിക്കൂട്ടുന്നത്. അവൻ എപ്പോഴും സ്വപ്നത്തിലാണ്. അവനിൽ നിന്ന് പുറത്തു വരുന്ന ആ പുകച്ചിലൂടെ അവൻ അനുഭൂതിയെ തേടുകയാണ്. അതുവഴി അവൻ്റെ അനന്തമായ സ്വപ്നത്തിലേക്ക്. അവൻ എന്നിൽ നിന്ന് അകന്നിട്ട് വർഷങ്ങളായി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചുണർത്താവോ അവനെ, എൻ്റെ മകനെ, എൻ്റെ സുജനബാലനെ? വിനാശം, സർവവിനാശം സുജനബാലന്റെ സ്വപ്നത്തിലാണ്. കുഞ്ഞുമോനെ സുജനബാല, ഈ അച്ഛൻ കീഴുന്നു. സ്വമനസ് വീണ്ടെടുക്കടാ. എന്താണ് അപശബ്ദം? അപശബ്ദം ആരെവിടെ? അടിയൻ ചാത്തട്ടെ. ഘോഷയാത്രയിൽ നാം പങ്കെടുത്ത ഘോഷയാത്രയിൽ അപശബ്ദം ഉണ്ടാക്കി നമ്മെ അധിക്ഷേപിച്ച് ഈ വൃദ്ധനെ, ഈ റാസ്കലിനെ ചാട്ടവാറിനാൽ ചാത്തട്ടെ. സുജേ, എന്റെ പൊന്നു മോനെ, ഇത് ഞാനാണ് നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവ്. മിസ്റ്റർ വൃദ്ധൻ, ഇങ്ങനെ കളിച്ചെടുക്കരുത്. അപശബ്ദം ഉണ്ടാക്കിയതിന് വെറും ചാട്ടവാർ ചേർത്ത് ഇനി ഒഴിഞ്ഞാൽ ഘോഷയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയതിന് വിമർശിച്ചുകൊണ്ട് കേസെടുക്കും. പിന്നെ ചാട്ടവാർ ചേർത്തല്ല, കൊല കയറാൻ ഓർത്തോളൂ. ഭ്രാന്ത്, ശരിക്കും ഭ്രാന്ത്. കണ്ടില്ലേ തന്തയെ തല്ലാൻ ചാട്ടവാർ തേടുന്നത്? കുഞ്ഞേ, നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്? Dear people, notice, notice, notice. തിരുമനസ് കൊണ്ടറിയിക്കുന്നു. ഘോഷയാത്രയിൽ തിരുമനസ് പങ്കെടുത്ത ഘോഷയാത്രയിൽ തിരുമുറ്റത്ത് വെച്ച് ഒരു വൃദ്ധൻ അപശബ്ദമുണ്ടാക്കിയിരുന്നു. ആയതിനാൽ വൃദ്ധനെ ചാട്ടവാറിനാൽ ചാത്തും. സുജി, എന്റെ പൊന്നു മോനെ, ഇത് ഞാനാണ് നിന്റെ അച്ഛൻ. വൃദ്ധനായ അച്ഛനെ തല്ലരുത്. You rascal, don't dare. തിരുമനസിലെ വിക്കച്ചവനെ. തിരുമനസിലെ വിക്കച്ചവനെ. സുജി, നീ എന്താണ് കാണിക്കുന്നത്? സുഹൃത്തെ, ഇത് നിന്റെ പിതാവാണെന്ന കാര്യം നീ ഓർക്കുന്നില്ലേ? സുഹൃത്തോ? നാം സുഹൃത്തല്ല, രാജാവ്. സാമന്ത രാജാക്കൾക്ക് മാത്രമേ നാം സുഹൃത്താവൂ. സുജി, നീ വളരെ അകലെയാണല്ലോ. നിന്റെ ഈ വികാരങ്ങൾ അർത്ഥശൂന്യമാണ്. നിനക്ക് ജന്മം നൽകിയ വൃദ്ധപിതാവിനെയാണോ? യുദ്ധം! നിങ്ങളുടെ രാജ്യമായി നാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അറിയിപ്പുകൾ നീങ്ങട്ടെ. കാലാൾപ്പട, കുതിരപ്പട, അങ്ങനെ ചതുരംഗപ്പട ഒരുങ്ങട്ടെ. എല്ലാം ഒരുങ്ങട്ടെ. മോനെ, അവന് ഭ്രാന്താണ്, ശരിക്കും ഭ്രാന്ത്. പാവം,
വിളക്കൂതിക്കെടുത്തിട്ട് നിഴൽ തിരയുന്നു. അതെനിക്കറിയത്തില്ല. ഇവനെ ഒന്ന് കൊണ്ടുപോയാൻ മതി. ഇവന്റെ അമ്മ ഇരിപ്പുണ്ട്. അവര് ബാക്കിലെങ്ങാനുണ്ട്. ഇവനെ കൊണ്ട് ചെല്ല്. സർവ്വതും കഴിഞ്ഞു. ശത്രുരാജ്യം ഇനി എന്റേതായി. സുജയ്, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ എന്നെ ഓർക്കുന്നില്ലേ? പണ്ട് മുറ്റത്ത് കളം വരച്ച് തുള്ളുന്ന കോമരത്തിന്റെ തുള്ളിൽ സത്യമറിയാൻ നമ്മൾ തന്തനത്താനാനേ താനേ താനാനേ തന്തനത്താനാനേ താനേ താനാനേ താനേ താനാനേ താനേ താനാനേ. മണിക്കുട്ടാ, മണിക്കുട്ടാ, എന്താടാ പറയ്. ഈ ഉറയിൽ തുള്ളുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോടാ? എന്റെ പൈതൃകം എന്നെ വിശ്വസിപ്പിക്കുന്നു. പോടാ, നിന്റെ ഒരു പൈതൃകം. പിന്നെ എന്തുകൊണ്ട് എന്നെ വിശ്വസിപ്പിക്കുന്നില്ല? ദേ, ആ ചിരിക്കുന്ന ആരൊക്കെയാന്ന് നോക്കിയേ. എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും. ഭക്ഷയുടെ മൂർത്തി പാവങ്ങൾ. അയ്യോ സുജയ്, അങ്ങനെയൊന്നും പറയരുത്. ദൈവകോപം ഉണ്ടാകും. ദൈവകോപം. ഈ ഉറഞ്ഞു തുള്ളുന്നതിന്റെ സത്യം നമ്മൾക്കറിയണ്ടേടാ. അതിന് നാം എന്ത് ചെയ്യും? പറയാം. ഉറഞ്ഞു തുള്ളുന്ന കോമരത്തെ പതിയിരുന്ന് കല്ലെറിയാം. അയ്യോ സുജയ്, വേണ്ട, എനിക്ക് പേടിയാകുന്നു. സത്യമല്ലെങ്കിൽ കോമരം നിലത്ത്. നിനക്ക് പറ്റില്ലെങ്കിൽ നീ മാറി നിൽക്ക്. അല്ല, ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാം നമ്മൾ ഒരുമിച്ച്. ഇപ്പോൾ ഇതായി. ശരിയേട്ടോ? ദേ, വീഴ്ച നിലത്ത്. നീ എന്നെ ഓർക്കുന്നില്ലേ? ആരോരുമില്ലാത്ത എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന എന്റെ സുജനബാല, നീ എന്നെ മറന്നോടാ? മണിക്കുട്ടൻ, എന്റെ കളിത്തോഴൻ മണിക്കുട്ടൻ. അച്ഛാ, ദേ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. മണിക്കുട്ടൻ, പറയടാ, നീ ഇതുവരെ എവിടെയായിരുന്നു? അമ്മാവൻ അച്ഛനോടും കൂടെ തറവാട്ടിൽ ഞാൻ ആരുമല്ലാതെയായി. എന്റെ വിദ്യാഭ്യാസം നിലച്ചു. അമ്മാവന്റെ മക്കൾ എന്റെ വസ്തുവകൾ പിടിച്ചെടുത്ത് എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കി. മോനെ മണിക്കുട്ട, വേഗം പൊയ്ക്കോളൂ. സുജനപാലിന്റെ സ്വപ്നത്തിലാണ്. ഏത് അവതാരത്തിലാ വരുവാന്ന് ആർക്കറിയാം? അങ്ങ് പൊയ്ക്കോളൂ. സുജനപാലൻ എന്റെ സതീർത്ഥനല്ലേ? അച്ഛനേക്കാളും വലുതാണോ മോനെ അവന്റെ സതീർത്ഥ്യൻ? ഞാൻ പോകുകയായി. സുജനപാല, നീ വേണ്ട, ആ സമസ്യ ഞാൻ പൂരിപ്പിക്കാം. സുജനബാല, നീ കഞ്ചാവ് വലിക്കരുത്. സുജനബാല, നീ നിന്റെ ജീവിതം പാഴാക്കരുത്. സുജനബാല, നീ മണിക്കുട്ട, എന്റെ കളിത്തോഴൻ മണിക്കുട്ട, ഈ സുജനബാല നീ തിരിച്ചു വരില്ലടാ. ചിറകുകൾ നഷ്ടപ്പെട്ട പക്ഷിയാണ് ഞാൻ. സുജയ്, നിന്റെ ചിന്തകൾ കാണുകയും കാത്തിരിക്കാം. നീ തിരിച്ചു വരൂ സുജനപാല, തിരിച്ചു വരൂ. ഇല്ല, എന്നെ കൊണ്ടാവില്ല. കടന്നു പോകാൻ, എന്റെ മുമ്പിൽ നിന്ന് കടന്നു പോകാൻ. വിളിക്കാത്ത വിരുന്നുകാരനാണ് നീ. നമ്മുടെ മനോരഞ്ജത്തിന് വിലകിടാമെന്ന കാളസർപ്പമേ, കടന്നു പോ. കാലനാണ് നാം, കാലൻ. നിർത്തണ സോമേ. നമ്മോട് ആജ്ഞാപിക്കാൻ നീ ആര്? അധികാരിയോ? കൊന്നോളൂ, ഞാൻ ഏകനാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുജനപാലൻ. സുജനപാലൻ ഇന്ന് പൂർണ്ണമായും ലഹരിക്ക് അടിമയാണ്. ലഹരി ഇല്ലാതെ ഇന്ന് അവൻ ജീവിക്കാൻ സാധ്യമല്ല. ലഹരി ഇല്ലാതെ വരുമ്പോൾ അവനൊരു ഭ്രാന്തനെ പോലെ അലറി വിളിക്കും. ഇവിടെ അഭ്യസ്തവിദ്യനായ ഒരു വിദ്യാസമ്പന്നന്റെ പതനം. കോളേജിൽ അവൻ സർവസമ്മതനായിരുന്നു. പഠിത്തത്തിലോ ബഹുമിടുക്കൻ.
സത്യത്തിൽ അവൻ നാളെയുടെ ശക്തിയാവേണ്ടതായിരുന്നു. എന്നാൽ ചില ദുർബല നിമിഷങ്ങൾ ഇതിന്റെ രണ്ട് തുള്ളി നിന്റെ സിരകളിൽ സ്പർശിച്ചാൽ പിന്നെ നിനക്കെല്ലാം ഓർമ്മ വരും. സംഗതികളെ ഒന്ന് ട്രൈ ചെയ്യണം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. എക്സാം എടുത്തു പ്ലീസ്. അവന്റെ എക്സാം നാളെയുടെ ശക്തികളാകേണ്ട നമ്മൾ നാടിൻ്റെ ശാപമായി മാറുന്നു. മദ്യം മയക്കുമരുന്നുകൾ നമ്മുടെ തീരാശാപമായി മാറുന്നു. തീരാശാപമായി മാറുന്നു. തീരാശാപമായി മാറുന്നു. സുജനപാലന്റെ വർത്തമാനകാല സ്വപ്നങ്ങളെ മദ്യവും മയക്കുമരുന്നും തകർത്തെറിഞ്ഞു. അവനിന്ന് മിത്രങ്ങളാണവ. ഒരു കൂരയും മുഷിഞ്ഞ വസ്ത്രങ്ങളും മാത്രമേ ഇന്ന് അവന്റെ കയ്യിലുള്ളൂ. ഇന്ന് ലഹരി കഴിക്കാൻ അവന്റെ കയ്യിൽ പണമില്ല. വിലപിടിപ്പുള്ള വീട്ടു സാധനങ്ങളെല്ലാം അവൻ വിറ്റു. തനിക്ക് വെളിയില്ലാത്ത അവൻ നമ്മളിൽ നിന്ന് അകലുകയാണ്.